വളരെ അച്ചടക്കമുള്ളൊരു കുട്ടിയായതുകൊണ്ട് കുറച്ച് നാൾ മുന്നേ പോയ വീഡിയോ ഒക്കെ ഞാൻ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും നമ്മളൊരു ട്രിപ്പ് പോവാണ്. പക്ഷേ നമ്മൾ കാറിലൊന്നുമല്ല ട്രിപ്പ് പോകുന്നത്. നമ്മൾ ട്രിപ്പ് പോകുന്നത് ട്രെയിനിലാണ്. ഒരു ട്രെയിനിൽ പോയപ്പോഴും കാറിലാണ് പോകുന്നത്. ചേഞ്ചിന് വേണ്ടി ട്രെയിനിൽ പോകുന്നത് വെച്ചു. പ്രവി ഡോറിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രവി മാത്രമല്ല സോജും ദാസപ്പനും ഒക്കെ ഉണ്ടായത്. ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവരെന്നോട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാനത് ടിക്കറ്റ് ബുക്ക് ചെയ്തു. സെപ്റ്റംബറിൽ പോകുന്ന ടൂറ് ഞാൻ ഒക്ടോബറിലേക്കാണ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വളരെ വിദഗ്ധമായിട്ട് തെറ്റിച്ചു. അത് ഞാൻ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ്സ് ബുക്ക് ചെയ്ത് അത് മൊത്തത്തിൽ നോ ഫ്രീ ക്യാൻസലേഷനും കൊടുത്ത് കാശ് മൊത്തത്തിൽ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനത്തെ കുറേ മണ്ടത്തരങ്ങളൊക്കെ എനിക്കിപ്പോൾ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജനറൽ ഇരുന്ന് കുത്തി നരിങ്ങിയൊക്കെ പോകേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പക്ഷെ നമ്മൾ ഓൾറെഡി ലീവൊക്കെ പ്ലാൻ ചെയ്തെല്ലാം പ്ലാൻ ആയിരുന്നതുകൊണ്ട് നമുക്കൊരു ഫംഗ്ഷനും ഒക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ അതിന് തന്നെ പോയി. ആൻഡ് 2:30 എപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത്. എൻ്റെ കസിൻ ഞങ്ങൾ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ഏകദേശം സ്ഥലം എന്ന്. യെസ്, നമ്മൾ ആലപ്പുഴയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ രാത്രി ഒരു 2:30 വെളുപ്പിന് ഒരു 2:45 അവിടെ എത്തി. ആൻഡ് ഞങ്ങളങ്ങനെ ഒരു എന്താ പറയുക ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഉറക്കത്തിൻ്റെ ഒക്കെ ഇരുന്നുണ്ടാവും. ഇവർ നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ബുളുബുളു, അതായത് ഇവരുടെ 2 പേരുടെ ട്രോഫിയാണ്. അത് കഴിഞ്ഞിട്ട് സോജു ആണെങ്കിൽ ദാസപ്പനും പ്രവിയാണല്ലോ ഒക്കെ നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രം ഉറങ്ങാതെ കണ്ണ് വീഴ്ചിരുന്നു. കാരണം ഇപ്പോൾ ട്രെയിനും കാണും, അത് നമ്മൾ ഇറങ്ങുന്ന സ്റ്റേഷനിൽ ഇറങ്ങാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു പണിയാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ മാത്രം കണ്ണ് തുറന്നിരുന്നു. അല്ലാതെ എനിക്ക് ഉറക്കം വരാഞ്ഞിട്ടല്ല കേട്ടോ. അങ്ങനെ ഇതായി കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരാരും എണീക്കാൻ പോകില്ല. അപ്പോൾ ഞങ്ങൾ പൊറോട്ടയും ബീഫും ഞങ്ങളിവിടെ ഒരു കടയിൽ വെളുപ്പിന് കിട്ടും. 4 മണിക്കാണിത്. അപ്പോൾ വള്ളക്കാരുടെ ഒരു കടയാണ്. അപ്പോൾ അവിടെ കിട്ടും. നമ്മൾ അവിടുന്ന് ഇത് വാങ്ങിച്ചിട്ട് ആണ് പോകുന്നത്. ഇത് വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് അത് അപ്പം തന്നെ തിന്നണം. അതിനാണ് ഇപ്പോൾ അവർ കാത്തിക്കുന്നത്. പക്ഷേ വളരെ വിദഗ്ധമായി അത് നെക്സ്റ്റ് ഡേ കഴിക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ നാളെ കാണിക്കാൻ. ടാറ്റ ബൈ.